തോട്ടം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞാനിവിടെ നീക്കാൻ വന്നപ്പോൾ ഇവിടെ കടമ്പപ്പുറത്ത് അടുത്തുള്ള ഒരു തോട്ടത്തിലാണ്. 32 ഏക്കർ തോട്ടം വരും. അതിൽ ഉള്ള കൃഷികളെ പറ്റി പറയാം. ജാതി, കവുങ്ങ്, തെങ്ങ്, തൊട്ടടുത്ത് പുഴ. ഓക്കെ. പിന്നെ അവിടുന്ന് പ്ലാവുകൾ, 100ഓളം തേക്ക് മരങ്ങൾ, പിന്നെ കടച്ചക്ക എന്ന് വേണ്ട എല്ലാവിധ മാവുകൾ, എല്ലാവിധ സംഗതികളും ഇതിനുണ്ട്. ബംഗ്ലാവ് 2 എണ്ണം, പുകപ്പെര, പിന്നെ വണ്ടി, ഷീറ്റ് കൊണ്ടുപോകാനുള്ള ട്രാക്ടർ. ബാക്കിയുള്ള സ്ഥലത്ത് കാണുന്നത് മുഴുവൻ റബ്ബർ തോട്ടാണ്. ഒരു 4500ഓളം റബ്ബർ മരങ്ങളുണ്ട് ഇതിൻ്റെ ഒപ്പം. 32 ഏക്കർ സ്ഥലം, പറമ്പ്, ചുറ്റുമതിൽ, ഇത് വേലി, ഫെൻസിലിംഗ് എല്ലാം കഴിഞ്ഞ് കറതീർന്ന 32 ഏക്കർ സ്ഥലം. വളരെ ഫലപുഷ്ടിയുള്ള മണ്ണാണ്. അപ്പോൾ ഇതിനെ പറ്റി പറയുമ്പോൾ ഇതിൽ ഷീറ്റാക്കുകയാണ്, റബ്ബർ പാലെടുത്ത് ഷീറ്റാക്കുകയാണ്. അപ്പോൾ 200-300ഓളം ഷീറ്റ് അടുക്കാനും പുകപ്പരയും റബ്ബർ റോളർ മറ്റേ മെഷീൻ, ഷീറ്റ് അടിക്കാനുള്ള മെഷീനോട് കൂടിയ, മോട്ടറോട് കൂടിയ റബ്ബർ റോളറുകൾ, അങ്ങനെയുള്ള എല്ലാവിധ പുതിയ സാങ്കേതിക വിദ്യകളോട് കൂടിയ റബ്ബർ തോട്ടമാണിത്. പുളിമരം, പിന്നെ ഒട്ടുമാവ്, അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഈ പറമ്പിൽ എല്ലാവിധ സാധനങ്ങളും കൂടിയ പറമ്പ്. അപ്പോൾ നമ്മൾ വരുമ്പോൾ പ്രധാന ഗേറ്റിൽ ഒരു സെക്യൂരിറ്റി ഷെഡുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഉള്ളിലേക്ക് വന്നാൽ ടാറിങ് റോഡുണ്ട്. ടാറിങ് റോഡ് സെൻറ്ററിലെത്തി 2 ഭാഗത്തേക്ക് ടാറിങ് തിരിഞ്ഞു പോകുന്നുണ്ട്, 2 ഭാഗത്തേക്കും. ആ എൻട്രി വരുമ്പോൾ ടാറിങ് അല്ല, അത് കഴിഞ്ഞ് സെൻറ്ററിലേക്ക് വരുമ്പോൾ ടാറിങ് ആണ്. സെക്യൂരിറ്റി റൂം, അതുപോലെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ മറ്റേ കടമ്പപ്പുറം ഭാഗത്ത് വരുമ്പോൾ നേരെ ഫ്രണ്ട് 2 സൈഡും പുറത്ത് ബസ് റൂട്ടല്ല, വണ്ടി വാഹനങ്ങൾ പോകുന്ന ടാറിങ് റോഡും ഇതിനോടൊപ്പം ഇതിൻ്റെ മുമ്പിലായിട്ടുണ്ട്. ഞാൻ ബൈക്ക് ഓടിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. ഇത് നമ്മള് റബ്ബർ തോട്ടം, ഇത് നടുക്കൂടെ ടാറിങ് റോഡ്. ഈ ടാറിങ് റോഡില് ബൈക്കിൽ നമ്മൾ വീഡിയോ എടുത്ത് യാത്ര ചെയ്യാണ്. ഇതാണ് റബ്ബർ മരങ്ങൾ. റബ്ബർ മരങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ എയും ബിയും കഴിഞ്ഞാണ്, എങ്കിലും ഇനിയും വെട്ടാം. അതുപോലെ തന്നെ വെട്ടിക്കഴിഞ്ഞാൽ റീപ്ലാന്റോ അല്ല മറ്റെന്തെങ്കിലും ചെയ്യാൻ പറ്റിയ നല്ല വലിപ്പമുള്ള മരങ്ങളാണ്. 4500ഓളം മരങ്ങൾ ഇതിലുണ്ട്. ഈ സൈഡ് കാണിക്കും. അത് കഴിഞ്ഞപ്പോൾ മെയിൻ റോഡ് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടം വരെ മെയിൻ റോഡ്. ഇവിടുന്ന് പ്രധാന ഗേറ്റിലേക്ക് കല്ല് പാകിയിരിക്കുകയാണ്. അതും സഞ്ചാരയോഗ്യമായ സൗകര്യമുള്ള വഴികൾ. പിന്നെ നമ്മൾ ഇപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പുറത്തേക്ക് കിടക്കുമ്പോൾ ഫ്രണ്ടിൽ ഒരു കാർ നിൽക്കുന്ന കാണാം. അത് ഇവിടുത്തെ മാനേജറുടെയാണ്. അതിനോടൊപ്പം സെക്യൂരിറ്റി റൂമുകൾ, ഗേറ്റ്, ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ വണ്ടി പോകുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിപ്പോൾ നമ്മൾ ഗേറ്റ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രധാന ഗേറ്റ് കഴിഞ്ഞു. ഇതിൻ്റെ ഒരു സൈഡിൽ കൂടെ റോഡ്, താഴ്ഭാഗവും റോഡാണ്. ഇതാണ് ആ റോഡ് ഇലക്ട്രിക് ലൈന്, കറണ്ട് സൗകര്യങ്ങൾ, റോഡിൽ കൂടെ കറണ്ട് പോസ്റ്റ് കാര്യങ്ങൾ, സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഈ തോട്ടത്തിനെ പറ്റി പറയാനുള്ളത്.